ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ പെമ്പിള്ളേരുടെ കാര്യമാണ്. നമ്മൾ എങ്ങനെ ഫ്രീ ആയി നടന്നവരാലെ എപ്പോഴെങ്കിലും ബിസി ലൈഫിലും നമ്മൾ പഴയ പോലെ പ്രത്യേകിച്ച് ഭാരങ്ങളൊന്നും ഇല്ലാണ്ട് എന്തിന് നമ്മുടെ കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യാതിരുന്ന ഒരു ഫ്രീ ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇല്ലേ? അതൊക്കെ ആലോചിക്കുമ്പോൾ എന്നാ എനിക്ക് ഈ ഒരു എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നതും ഒരു തരത്തിൽ ഇഷ്ടം. ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. ചുമ്മാ വീട്ടിലെ പണിയെടുത്തോ അല്ലെങ്കിൽ ഒരു ദിവസം എങ്ങാനും പുറത്തേക്ക് പോയി അല്ലെങ്കിൽ അത്രേ ഉണ്ടായിരുന്നു. ഒരുപാട് എന്താ പറയാ, നമ്മൾ കുറെ നാൾ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് എവിടേക്കെങ്കിലും ഒക്കെ പോവാ, പ്രത്യേകിച്ച് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവര് കൊണ്ടുപോയിട്ട് നമ്മൾ പോവാ. അപ്പൊ നമുക്കൊരു സന്തോഷല്ലേ? എന്തിനാണ് ആ സന്തോഷത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. നമുക്കുള്ള സന്തോഷം നമ്മൾ തന്നെ ഉണ്ടാക്കാം. ഇപ്പൊ ഞാൻ ഒരുപാട് ഹാപ്പിയാ. അതിപ്പോ ഇൻഡിപെൻഡന്റ് ആയാലും അതുപോലെ ഫിനാൻഷ്യൽ ആയാലും അതുപോലെ എല്ലാത്തിലും ഞാനിപ്പോ ഓക്കെയാണ്. എന്തിന്, ഹെൽത്തിന്റെ കാര്യം വരെ ഞാനിപ്പോ ഓക്കെയാണ്. ആദ്യമൊന്നും സമയമില്ല, ഇതിനൊക്കെ എനിക്ക് സമയമുണ്ടോ എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ സമയം ഉണ്ടാക്കിയെടുക്കുക. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതായത് നമുക്ക് എന്താണ് ചെയ്യാനുള്ള സെൽഫ് കെയർ, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ട്രിപ്പ്, എല്ലാതും ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കും. പിന്നെ എനിക്കിങ്ങനെ ക്ലീനിങ്, കുക്കിങ് എല്ലാം ഇപ്പൊ എൻ്റെ ഒരു ഭാരമായിട്ടല്ല തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം എന്നല്ല, അത് എൻ്റെ ഒരു ജോലി എന്നുള്ള ഇതിനുപരി എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയായി തുടങ്ങി. അവസ്ഥയല്ല കേട്ടോ, ഇഷ്ടമാണ് എനിക്കിപ്പോൾ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ അതൊരിക്കലും നമുക്കൊരു ജോലിയായിട്ട് തോന്നില്ല. സോ നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരുന്ന ഒരു പരിധിക്ക് നമുക്ക് കുറെ ഓവർ തിങ്കിങ് ഇല്ല, കുറെ വിഷമിക്കാനില്ല, ഫുൾ ഹാപ്പിയാണ്. അതിന് എന്ത് വേണം? പണം വേണം. അതുകൊണ്ട് പറ്റണ രീതിക്ക് നമ്മൾ ഗേൾസ് കുറച്ചും കൂടി ഏൺ ചെയ്യാനായിട്ട് വരണം. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.